ഇന്ത്യയിൽ സിഗരറ്റിന്റെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, വിപണനം എന്നിവയുടെ വാണിജ്യ നിയന്ത്രണത്തിനും പരസ്യം നിരോധിക്കുന്നതിനും വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് 2003 ഏപ്രിൽ 9 പാസാക്കിയ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003 അഥവാ കോട്ട്പ 2003. ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 2004 മെയ് 1-നാണ്. കോട്ട്പ ആക്ടിന്റെ വ്യവസ്ഥകൾ: 1. പ്രോഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ്, അതായത് ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, ഹോസ്പിറ്റലുകൾ, വിമാനത്താവളങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, പൊതുഗതാഗതം എന്നിവിടങ്ങളിലെ പ്രത്യേക പുകവലി മേഖലകൾ ഒഴികെ പൊതുസ്ഥലങ്ങളിൽ നിന്നും പുകവലിക്കുന്നത് ഈ നിയമം നിരോധിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കുകയാണെങ്കിൽ അവരിൽ നിന്നും 200 രൂപയോളം പിഴ ഈടാക്കാവുന്നതാണ്. പ്രോഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ്, അതായത് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുന്നതും പരസ്യത്തിൽ പങ്കെടുക്കുന്നതും ഈ നിയമപ്രകാരം നിരോധിക്കപ്പെട്ടതാണ്. ഇത് 6 തവണ ലംഘിക്കുകയാണെങ്കിൽ 1000 രൂപ പിഴയും 2 വർഷം തടവ് ശിക്ഷയും ലഭിക്കുന്നതാണ്. തുടർന്നും ലംഘിക്കുകയാണെങ്കിൽ 5000 രൂപ പിഴയും 5 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. 4. ലേബലിംഗ്, പ്രൊഡക്ഷൻ, സെല്ലിംഗ്, റീറ്റെയിലിംഗ് ഓഫ് ടൊബാക്കോ പ്രൊഡക്ട്സ്. പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന പാക്കേജിൽ അതിന്റെ നിക്കോട്ടിൻ ടാർ ഉള്ളടക്കങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു വിവരണം ഉചിതമായ ചിത്രരൂപത്തിൽ മുന്നറിയിപ്പായി നൽകണം. ഇതുകൂടാതെ പാക്കറ്റിൽ സ്മോക്കിംഗ് കിൽസ് അഥവാ ടൊബാക്കോ കോസസ് മൗത്ത് ക്യാൻസർ തുടങ്ങിയ മുന്നറിയിപ്പുകൾ പ്രത്യേകം നൽകേണ്ടതാണ്. ഒരു പൊതുസ്ഥലത്തിന്റെ ഉടമ, മാനേജർ, ചുമതലയുള്ള ആൾ പുകവലി പാടില്ല, ഇവിടെ പുകവലിക്കൽ കുറ്റമാണ് എന്ന മുന്നറിയിപ്പ് പ്രവേശന കവാടത്തിൽ പ്രത്യേകം പ്രദർശിപ്പിക്കേണ്ടതാണ് എന്നും ഈ കോട്ട്പ ആക്ട് പറയുന്നുണ്ട്. കോട്ട്പ ആക്ടിന് പുറമെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം ടൊബാക്കോ, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ ഭക്ഷണപാനീയത്തിൽ ഉപയോഗിക്കുന്നത് 10 ലക്ഷത്തോളം രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റമാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് 1 ലക്ഷം രൂപയോളം പിഴ ഈടാക്കാവുന്നതും 7 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്.